നമ്മുടെ കൊച്ചിയിലെ രണ്ടാമത്തെ ദിവസമാണ്. ലുലുവിലേക്ക് പോകാനുള്ളൊരു പ്ലാനിങ് ആണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വന്നിട്ട് വേണം ഫ്രഷ് ആവാനായിട്ട്. പിന്നെ ഉണ്ടല്ലോ എൻ്റെ തൊണ്ടയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണേ. നമ്മൾ അബാദിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുവാണ്. നേരെ ലുലുവിലെത്തിയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങി നേരെ കോഴിക്കോടേക്ക് വിടാനുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ EV എക്സ്പോ നടക്കുന്നതുകൊണ്ട് കാറ് കണ്ടാൽ കിളി പോകുന്ന ഒരാളാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പം ഒരുവിധം എല്ലാ കാറുകളിലും നമ്മളൊന്ന് കയറി ഇരുന്ന് നോക്കി. വാങ്ങാനൊന്നുമല്ല, വെറുതെ ഒരു രസം. പിന്നെ എന്ന് വെച്ചാൽ മഹീന്ദ്രയുടെ BE60യും XEV90യും ഒക്കെ ആയിരുന്നു അവിടെ എക്സ്പോയിൽ ഉണ്ടായിരുന്നത് കേട്ടോ. ഒന്നും പറയാനില്ല, എന്ത് രസമാണെന്നറിയോ. അതിൻ്റെ ഇൻറ്റീരിയർ ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള ഇൻറ്റീരിയറും സൺറൂഫൊക്കെ അടിപൊളിയാണ്. ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഡിക്കിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഡിക്കി ബാക്ക് സീറ്റ് ഒന്ന് മടക്കിയിട്ട് കഴിഞ്ഞാൽ 2 പേർക്ക് വേണമെങ്കിൽ പായ വിരിച്ച് കിടക്കാനുള്ള അത്രയും സ്പേഷ്യസ് ആയിരുന്നു. വിലയൊക്കെ ചോദിക്കുന്ന കേട്ടാൽ തോന്നി ഇപ്പോൾ വാങ്ങാനാന്ന്. വെറുതെ ഇതൊക്കെ അറിഞ്ഞിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഏട്ടനും കേശുവും എന്തോ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ നോക്കാനായിട്ട് ഒരു വഴിക്ക് പോയി. ഞാനും കാത്തും ഡ്രസ്സും കുറച്ച് ആക്സസറീസൊക്കെ നോക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ വേറൊരു വഴിക്ക് പോയി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പ്ലാൻ ചെയ്തു, ഇനിയിപ്പം അന്ന് അവിടെ തന്നെ കുറേ സമയം കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ അന്ന് തന്നെ തിരിച്ച് കോഴിക്കോടേക്ക് പോകേണ്ട, നമുക്കന്ന് കൂടെ കൊച്ചിയിൽ സ്റ്റേ ചെയ്യാന്നുള്ളൊരു പ്ലാൻ വന്നതുകൊണ്ട് ഞാനാണെങ്കിൽ അങ്ങനെ അധികം ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. തലേ ദിവസം വൈകുന്നേരം സിനിമയ്ക്ക് പോകുമ്പോൾ ഇട്ട് അതേ ഡ്രസ്സ് തന്നെ എപ്പോഴും ഇട്ട് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ദിവസം കൂടെ നിൽക്കുകയല്ലേ, പിന്നെ ആ ഒരു പേരും പറഞ്ഞ് ഞാൻ ഒരു കുഞ്ഞ് ഡ്രസ്സും കൂടെ വാങ്ങാമല്ലോ എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ മക്കാൻ സ്പെൻസറിലും വെസ്റ്റ് സൈഡിലൊക്കെ കയറി. വെസ്റ്റ് സൈഡിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു കോട്ട് സെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോഴേക്കും എൻ്റെ ഫോണൊക്കെ ചാർജ് കട്ടായതുകൊണ്ട് പിന്നെ ലുലുവിലുള്ള ബാക്കി വിഷ്വൽസും ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പം നമ്മൾ തിരിച്ച് അബാദിലേക്ക് വിളിച്ച് നോക്കി അവിടെ തന്നെ റൂം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ ഫുള്ളി ഓക്കുപ്പൈഡ് ആയിപ്പോയി. അപ്പോൾ ഞങ്ങൾ MG റോഡിൽ തന്നെ വേറൊരു ഹോട്ടലാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അവിടെ സ്വിമ്മിംഗ് പൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾ കുറച്ചൊന്ന് ആദ്യം ഒന്ന് ഓഫായി, പിന്നെ അവരെ നോക്കിയായിട്ടോ. അപ്പോൾ കാത്തുതാ നമ്മൾ ലുലുന്ന് വാങ്ങിയ ക്ലേ ഒക്കെ വെച്ചിട്ട് കളിക്കുകയാണ്. പിന്നെ വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പോട്ടെ, 2 ദിവസം അവർ എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ക്ലേ വെച്ചിട്ട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറൊക്കെ ഉണ്ട്. പിന്നെ അന്ന് ഫാദേഴ്സ് ഡേ ആയിരുന്നു. അപ്പോൾ ഞാനും മക്കളും കൂടെ ഒരു കുഞ്ഞ് സർപ്രൈസൊക്കെ കൊടുത്തു. ഒന്നുമില്ല, ഒരു കുഞ്ഞ് കേക്കാണ്. പക്ഷേ എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ലല്ലോ, ഭയങ്കര സർപ്രൈസ്ഡ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ഭയങ്കര ഹാപ്പിയായി, ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സെൻറ്റർ സ്ക്വയർ മോളിൽ തന്നെ വെറുതെ ഒന്നും കൂടെ ഒന്ന് തലേദിവസം പോയതാണെന്നാലും ഒന്നും കൂടെ ഒന്ന് കറങ്ങി. അന്നൊന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ നടത്തി. ഒന്നുമില്ല, 1-2 പെലാസോസൊക്കെ വാങ്ങി. അവിടെ നിന്നൊരു ഫിലിമും കണ്ടു. അപ്പോൾ എൻ്റെ അമ്മ വീട്ടിൽ നിന്നൊക്കെ ചോദിക്കാൻ നിങ്ങൾ സിനിമ കാണാനാണ് ഇവിടെ നിന്ന് പോയെന്നുള്ളത്. പിന്നെ ഇതൊക്കെ അല്ലേ രസം. അപ്പോൾ ഇതായിട്ടോ ഞങ്ങൾ കണ്ട സിനിമ. ഒന്നുമില്ല, വെറുതെ ഒന്ന് കണ്ട് ചിരിച്ചിരിക്കാം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. തിരിച്ച് റൂമിലെത്തി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ തിരിച്ച് പുറപ്പെടുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ച സ്കൂളാണ് സെൻറ്റ് തെരേസാസ് കോൺവെൻറ്റ്, 4ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ. എനിക്കൊന്ന് സ്കൂളിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ വർഷങ്ങളായി അവിടെ പോയിട്ട്. അപ്പോൾ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സൊന്നും ഉണ്ടാവില്ല. അത് മാത്രമല്ല അന്ന് അവധിയായിരുന്നു, മഴ കാരണം. പിന്നെ എപ്പോഴെങ്കിലും വന്ന് ടീച്ചേഴ്സിനെ കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം തിരിച്ച് ഞങ്ങളിങ്ങനെ പുറപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന വഴിക്കാണ് വുഡ്ലാൻഡ്സിൻ്റെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടത്. അങ്ങനെ ആ ഷോപ്പിൽ കയറി. അവിടെ ഞാനും കാത്തും എല്ലാം ഇങ്ങനെ നോക്കി നടന്നൊക്കെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ക്രോസ് ബോഡി ബാഗും ഒരു ഷർട്ടും വാങ്ങിയിട്ടോ. പിന്നെ ഇവർ എന്തോ ഷൂസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ കൊടുത്തിട്ടുണ്ട്. നല്ല വുഡ്ലാൻഡ്സിൽ നല്ല ഓഫറൊക്കെ ഉണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ നല്ല കളക്ഷൻസ് കിട്ടും, പകുതി റേറ്റിനൊക്കെ കിട്ടും കേട്ടോ. നല്ലോണം ലാസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഒക്കെയാണ് അവരുടേത്. അങ്ങനെയുണ്ടോ, നല്ല കളർഫുള്ളായിട്ടുള്ള ബാഗും ഒക്കെ. ഞാൻ പക്ഷേ അതൊന്നും എടുത്തൊന്നുമില്ല, ഒന്ന് ഇട്ട് വെച്ച് നോക്കി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ നല്ല വിശന്ന് പൊരിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ സൽക്കാരയിൽ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്കുണ്ടല്ലോ സൽക്കാര, അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. ഇവർ ഫ്രൈഡ് റൈസും ബിരിയാണിയൊക്കെയാണ് ഇവർ ഓർഡർ ചെയ്തത്. ഞാൻ നല്ല നാടൻ ചോറും മത്തി പൊള്ളിച്ചതും ഒക്കെ ആയിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ വിശന്നിരുന്ന് കഴിക്കുന്നതുകൊണ്ട് ടേസ്റ്റ് കൂടുമല്ലോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അജ്ഫാൻ്റെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ട് പോകുന്നു. നെടുമ്പാശ്ശേരിയിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ ആ കാണുന്നത്. ഭയങ്കര പാട്ടുകാരിയൊന്നും അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ചൊക്കെ പാടാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ശ്വാസം പോലും കിട്ടുന്നില്ല തൊണ്ടേൻ്റെ പ്രശ്നം കൊണ്ട്. കാത്തൂരിൻ്റെ ചാനലിൽ ഇപ്പോൾ 413 സബ്സ്ക്രൈബേഴ്സ്. അച്ഛൻ്റെ ഫിസിക്സ് ചാനലിൽ 414. ഒരു സബ്സ്ക്രൈബറിനെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കാത്തു അച്ഛനെ ക്രോസ് ചെയ്ത് മുന്നിലോട്ട് എത്തുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ കാത്തു അച്ഛനെ ക്രോസ് ചെയ്യാൻ പോവുകയാണ്. ഇഞ്ചോടിഞ്ച് അച്ഛനും മോളും തമ്മിലുള്ള പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
അതെന്താണെന്നറിയോ, എനിക്കും ഏട്ടനും ഓരോ ചാനൽസ് ഉണ്ട്, ഫിസിക്സിൻ്റെ ചാനൽസ്. ഏട്ടൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സസ് കാരണം അതിനകത്ത് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാറില്ല. എനിക്ക് പിന്നെ ഞാൻ അതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൽ വെട്ടിക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ, അപ്പോൾ അച്ഛൻ്റെ ചാനലിൽ വെട്ടിക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കാത്തുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ക്രോസ് ചെയ്തോ എന്നുള്ളത് അവളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. 10 മിനിറ്റിന് ശേഷം കാത്തു വീണ്ടും ചെക്ക് ചെയ്യാണ് ചാനല് എത്ര സബ്സ്ക്രൈബേഴ്സായി, അച്ഛനെ പൊട്ടിച്ചോ അത് അച്ഛനോടൊപ്പം വെറ്റിയോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള അച്ഛന്റെ ചാനലിനോടൊപ്പം എത്തിയിരിക്കുന്നു കാത്തു. ഇനി എത്രയും പെട്ടെന്ന് തന്നെ കാത്തു അച്ഛനെ മറികടക്കുന്നതാണ്. അച്ഛൻ എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? നാളെ വീഡിയോ എടുക്കും. നാളെ വീഡിയോ എടുത്തിട്ട് ഇത് നമ്മള് കൊറേ കേട്ടതല്ലേ കാത്തോ. ഇപ്പോൾ അവളുടെ ചാനൽ ഒരു 1K സബ്സ്ക്രൈബേഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചിലർക്ക് തോന്നുന്നുണ്ടാകും എന്തിനാണ് ഈ ചെറിയ കുട്ടിക്ക് ഇപ്പോഴേ ചാനൽ എന്നൊക്കെ. എഡിറ്റിങ്ങും ഡ്രോയിങ്ങും ക്ലേ ആർട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അവളുടെ കുട്ടികളുടെ ഫ്യൂച്ചർ എന്താണെന്നുള്ളത് നമുക്കിപ്പോഴേ പറയാൻ പറ്റത്തില്ല. അപ്പോൾ മോൻ്റെ മെയിൽ ID വെച്ചിട്ടാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ കൺട്രോളിലാണ്, എല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് ഒക്കെ ചെയ്യാറുള്ളത്. പിന്നെ പഠിത്തത്തിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലൊക്കെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെയും പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം. ഓരോ പാരൻസിനും ഓരോ അഭിപ്രായങ്ങളായിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് നിന്ന് കട്ടൻ ചായയും പരിപ്പോടിയൊക്കെ കഴിച്ചു. നല്ല മഴയായിരുന്നു, റോഡൊന്നും കാണാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഉള്ളൊരു സങ്കടം ഉണ്ടാവുമല്ലോ, ഇനി പിന്നെയും തിരിച്ച് നമ്മുടെ റുട്ടീനിലേക്കൊക്കെ കയറണം. പിന്നെ തിരിച്ച് വീട്ടിലെത്തി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഏട്ടൻ പോയിട്ട് റോബോനെ ഹോസ്റ്റലിൽ നിന്ന് കൂട്ടിയിട്ട് വന്നു. ഇപ്പോൾ അവനെ ആക്കുന്ന ഹോസ്റ്റൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവനും ഭയങ്കര ഹാപ്പിയാണ്, അവൻ്റെ മുഖത്ത് അത് കാണാനുണ്ട്. അങ്ങനെ ഞങ്ങളുടെയും നല്ലൊരു ട്രിപ്പായിരുന്നു. റോബോയും 2 ദിവസം അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ അവനും എൻജോയ് ചെയ്തു. നമ്മുടെ ചാനലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.